സംസ്ഥാനത്തെ 55 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും 3 മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ 2025 മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ 1600 രൂപ വീതം വരുന്ന ആഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിതരണ അറിയിപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 2024-25 ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ 2024 ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ച് വിതരണം നടത്തി വരുന്നുണ്ട്. പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ 2024-25 കുടിശ്ശിക സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 25-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം പ്രസ്താവിച്ചു. ഓണത്തോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ മാസത്തിലും 2025 ജനുവരി മാസത്തിലും ഒരു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചതിനോടൊപ്പം ഓരോ ഗഡു കുടിശ്ശികയും അനുവദിച്ച് വിതരണം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക ഏപ്രിൽ മാസം മുതൽ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്ന് മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയായ 4800 രൂപയിൽ ആദ്യ ഗഡു തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും. സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടാതെ പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാവും ആനുകൂല്യം എത്തിച്ചേരുക. വിതരണം സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉടൻ പുറത്തുവരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.